OnePlus Nord CE3 Lite 5G. ഇതാണ് ഫോണിൻ്റെ പേര്. OnePlusന്റെ 19,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ. അതായത് OnePlus എന്ന ബ്രാൻഡ് നമുക്ക് കൊണ്ടുവരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ. 3 ആഴ്ച യൂസ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഫോർഡബിൾ സ്മാർട്ട് ഫോൺ ആണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അതായത് 19,000 രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 20,000 രൂപ എന്ന് വെച്ച് കൂട്ടാം. ഫിസിക്കൽ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ CE2 ലൈറ്റ് പോലെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് വരുന്നത്. ഫ്രണ്ടിൽ കോർണിംഗ് ഗൊല്ല ഗ്ലാസ് അല്ല, ഇതിനകത്ത് ഡ്രാഗൺ ടെയിൽ സ്റ്റാർ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നമുക്ക് ബാക്കിയുള്ള ഫോണിൽ കിട്ടുന്നത് പോലെ കോർണിംഗ് ഗൊല്ല ഗ്ലാസ് ആണെന്ന് കരുതരുത്. കോർണിംഗ് ഗൊല്ല ഗ്ലാസ് അല്ല. ഈ ഒരു പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് വലിയ കാര്യമായിട്ട് ഒരു പിടിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. പിന്നെ നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യണില്ല. കയ്യിൽ പിടിക്കുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആണ്, സുഖമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. ഹെഡ്ഫോൺ പോർട്ട് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് ആണ്. 67 വാട്ട്സിന്റെ ഒരു സൂപ്പർ ബൂക്ക് ചാർജർ ആണ്. സ്റ്റീരിയോ സ്പീക്കർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ വൺ ഹാൻഡ് ഓപ്പറേഷൻസ് ഒന്നും പറ്റൂല. അതായത് ഒരു കൈ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസോ കാര്യങ്ങളോ ഒന്നും അല്ല OnePlus Nord CE3 Lite 2 എന്നാണ് പറഞ്ഞത്. ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിന്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനകത്ത് 120 Hz റിഫ്രഷ് റേറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയൊക്കെയാണ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, OnePlus 19,000 ഫോൺ ഇറക്കിയാടേ. ഇങ്ങനെ ഫോൺ ഇറക്കുന്ന സമയത്ത് അവർ എവിടേക്കാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തത് ഡിസ്പ്ലേയിൽ AMOLED ഡിസ്പ്ലേ മാറ്റിയിട്ട് അവരൊരു IPS LCD തരുന്നുണ്ട്. IPS LCD നോക്കിക്കഴിഞ്ഞാൽ കളേഴ്സ് എല്ലാം വളരെ നാച്ചുറൽ കളേഴ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് വൈബ്രൻ്റ് ആയിട്ട് ഇങ്ങനെ പഞ്ചായിട്ട് എടുത്ത് നിൽക്കുന്നത്, അതൊരു സെറ്റപ്പ് കളറൊന്നുമില്ല. അത്യാവശ്യം ഓക്കെ, നൈസ്. ഒരു പച്ച തന്നെ, റെഡ് തന്നെ, നീല തന്നെ സെറ്റപ്പ്. ക്യാമറയാണ് മെയിൻ. 108 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയെ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോയെ, 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സെൽഫി നോക്കിക്കഴിഞ്ഞാൽ ഒരു പഞ്ച് ഹോൾ 16 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഡീസൻ്റ് ആയിട്ടുള്ള ഇമേജ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഡീസൻ്റ് ആണ്. ഇനി സെൽഫി എടുക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും അട്രാക്റ്റഡ് ആക്കിയത് സെൽഫി ഭയങ്കര സ്പീഡിൽ എടുക്കുന്നുണ്ട്. ഷട്ടർ ഭയങ്കര സ്പീഡാണ്. അതായത് പടപടപടാന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്ത് ഫോട്ടോ റെസ്പോൺസീവ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രോപ്പറായിട്ട് അനങ്ങാതെയൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോ കിട്ടും. ഇല്ലെങ്കിൽ ചെറിയ ഷെയ്ക്കി ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. റിയർ നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോസ് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇച്ചിരി ലൈറ്റ് ഉണ്ടെങ്കിൽ മതി, ബാക്കിയുള്ളതെല്ലാം നല്ല വെട്ടിത്തിളങ്ങി നിന്നോളും. ബാക്കിയുള്ള ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി, പിന്നെ ഗ്രെയിൻസ് കുറച്ച് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പലയിടത്തായിട്ട്. ഇനി പെർഫോമൻസ്, ക്വാൾക്കം സ്നാപ്ഡ്രാഗൻ്റെ 695 ആണ് ഇതിനകത്തുള്ള പ്രൊസസ്സർ. 8 GB ഒരു റാമും പ്ലസ് ഒരു 4 GB നമുക്കൊരു വെർച്വൽ റാമും കിട്ടുന്നുണ്ട്. 256 GB ആണ് ഇന്റർണൽ സ്റ്റോറേജ്. ബാറ്ററി 5000 mAh ബാറ്ററി, പിന്നെ 67 വാട്ട്സിന്റെ സൂപ്പർ ബൂക്ക് ഫാസ്റ്റ് ചാർജിങ്. ഇതാണ് ഫോണിന്റെ സ്പെക്ക് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ള കളർ കണ്ടല്ലോ, ഈ കളർ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന കുറേ ഫോണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനും വ്യത്യസ്തമായിട്ടുള്ളൊരു കളറും ഒരു പാറ്റേണും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് സാരം. വലിയ താല്പര്യം തോന്നിയില്ല. എനിക്ക് കുറച്ചുകൂടി ക്ലാസി ബ്ലാക്ക് കളറാണ് കൂടുതൽ ഇഷ്ടം. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോസും കോൺസും നോക്കാം. അതായത് പോരായ്മകൾ, നല്ല കാര്യങ്ങൾ. ആദ്യം നല്ല കാര്യം വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നല്ല കാര്യം നോക്കുന്ന സമയത്ത് നല്ലൊരു ഡിസ്പ്ലേ ആണ്. നല്ലൊരു ഡിസ്പ്ലേ മീൻസ് കുറച്ച് വലിയ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റ് ആണ് ഞാനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു റിഫ്രഷ് റേറ്റിൻ്റെ മികവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സ്ക്രോൾ ചെയ്യുന്ന സമയത്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്തായാലും ആ റിഫ്രഷ് റേറ്റ്, ഇത് കളേഴ്സ് പോരാ എന്നുണ്ടെങ്കിലും ആ റിഫ്രഷ് റേറ്റ് കുറച്ചൊന്ന് അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. ടച്ച് റെസ്പോൺസും അത്യാവശ്യം തരക്കേടില്ലാത്ത തരത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഒന്നും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നില്ല. സൗണ്ട് ക്വാളിറ്റി നന്നായിട്ട് തന്നെ ഉണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ, അതായത് പവർ ബട്ടൺ പ്ലേസ് ചെയ്തിട്ടുള്ള പൊസിഷൻ പക്കയാണ്. അതായത് ഫാസ്റ്റ് ആയിട്ട്, അതായത് നിങ്ങൾ എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും ആ ഒരു തമ്പ് ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വരും. നിങ്ങൾ എത്തി വലിയൊന്നും വേണ്ട, ഫാസ്റ്റായിട്ട് അൺലോക്ക് ആവും. ഗെയിമിംഗ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബാക്ക് ഫ്ലോയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിക്ക് തന്നെ ഗെയിമും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും ആസ്ഫോൾട്ട് ആണെങ്കിലും നല്ല വൃത്തിക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അത് IPS LCD സ്ക്രീൻ ആയതുകൊണ്ട് കുറച്ച് അറിയാലോ, നന്നായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഉള്ളതുകൊണ്ട് അതൊരു അത്യാവശ്യം ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വേണ്ട കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി കോൺസ് അല്ലെങ്കിൽ പോരായ്മകളിലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തത് ഗെയിം കളിക്കുന്ന സമയത്ത് ഇച്ചിരി കൂടുതലായിട്ട് വാം ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ ചിഹ്ന കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ചിഹ്ന ഇത്രയും നീട്ടി വെച്ചിരിക്കുന്നത് ഒരാവശ്യമില്ലാതെ നീട്ടി വെച്ചതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരു നീട്ടലായിട്ട് തോന്നി. പിന്നെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ
ബാക്കും ഫ്രണ്ടും ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. അതായത് ഫ്രണ്ടിലുള്ള സ്പീക്കർ, അതായത് ഇയർ പീസിൻ്റെ അവിടുത്തെ സ്പീക്കറിൽ ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. എന്നാൽ നമ്മുടെ ബോട്ടം സൈഡിലുള്ള സ്പീക്കേഴ്സ് സൂപ്പർ ക്വാളിറ്റിയാണ്. അതായത് ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ലാതുള്ള പോലെ ഫീൽ ചെയ്യുന്നു, ബോട്ടം സൈഡിലുള്ള സ്പീക്കർ സൂപ്പർ ക്വാളിറ്റി ആയിട്ടും ഫീൽ ചെയ്യുന്നു. പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഫോണിന് മൊത്തത്തിൽ ഒരു ചെറിയൊരു ലൈറ്റായിട്ടൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഡാർക്ക് തീം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് AMOLED ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് അത് പ്യുവർ ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു കൈൻഡ് ഒരു ആഷ് തീം എന്നുള്ള ലെവലിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്യാമറയുടെ കാര്യം കുറച്ച് ഡിബേറ്റബിൾ ആണ്. കാര്യം കുറേയൊക്കെ കൊള്ളാം, കുറേയൊക്കെ കൊള്ളില്ല, കുറേയൊക്കെ സെറ്റാണ്, കുറേയൊക്കെ നോട്ട് സെറ്റ്, എങ്ങനെയുള്ള ഒരു മിക്സ് മൈൻഡഡ് ആണ്. നിങ്ങൾക്ക് സാമ്പിൾസ് ഞാൻ അറ്റാച്ച് ചെയ്യാം, കണ്ടു നോക്കാം. നിങ്ങൾക്ക് എങ്ങനെയുണ്ടോ നോക്കാമല്ലോ. നിങ്ങളാണത് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, എനിക്ക് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 19,000 രൂപ എന്നുള്ള പ്രൈസ് പോയിന്റ് നോക്കപ്പോൾ ബെറ്റർ ഒരു ഓഫറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത്, നല്ലതായിട്ട് തോന്നുന്നത്, കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. യൂസേജ് എക്സ്പീരിയൻസിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ ഫോൺ ഓഫായി പോയെന്നിരിക്കട്ടെ, നമ്മളൊന്ന് ചാർജ് ചെയ്ത് ബൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 4-5 സെക്കൻഡ് കുറച്ച് ലാഗിയാണ്, കുറച്ച് കൂടുതൽ ലാഗിയാണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ബെല്ലൈക്കണും അമർത്താവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലും ഇടുക, ഞാൻ നോക്കിക്കോളാം. അടുത്ത വീഡിയോ കാണാം കേട്ടോ.